മക്കളെ, ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എന്തായാലും കണ്ടിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം ഇംഗ്ലീഷ് എക്സാം എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടുള്ള 10 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ആൻസർ ഷീറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു 10 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ നാളെ ഒന്ന് എക്സാം എഴുതിയിട്ട് വാ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കൂൾ ഓഫ് ടൈമിൽ ഒരു 15 മിനിറ്റ്സ് കിട്ടുന്നുണ്ട് അല്ലേ. കൂൾ ഓഫ് ടൈമിൽ നമുക്കൊരു 15 മിനിറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നേരെ കയറി എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ കണ്ണടച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഏറ്റവും ലാസ്റ്റ് ഭാഗം എടുക്കുക. അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് വായിച്ചാൽ മതി. കാരണം എന്താ, ലാസ്റ്റ് ഭാഗത്ത് നമുക്കറിയാം എന്തൊക്കെ വരും എന്നുള്ളത്. അവിടെ വരുന്നത് പോയം കമ്പാരിസൺ ആണ്, അത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അവിടെ വരുന്നത് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആണ്, അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അവിടെ വരാം ഒന്നെങ്കിൽ എസ്സേയോ അല്ലെങ്കിൽ സ്പീച്ചോ ആണ് വരാം. ഈ 3 ചോദ്യമാണ് 8 മാർക്കിന് വരുന്നത്. അതിലേതെങ്കിലും 2 നമുക്ക് എഴുതിയാൽ മതി, അതാണ് അവരെ വരുള്ളൂ. അപ്പോൾ അത് വായിക്കാം, അത് ഏതിൻ്റെയാണെന്ന് മാത്രം അറിയേണ്ടതല്ലേ ഉള്ളൂ. അപ്പോൾ അത് വായിച്ചു. അത് കഴിഞ്ഞ് 6, 5 അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നാൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫസ്റ്റ് ഭാഗത്ത് ഉണ്ടാകുക എപ്പോഴും 1 വേർഡ് ക്വസ്റ്റ്യൻസ് പാസേജിൽ നിന്നുള്ളതും പിന്നെ കുറേ ഗ്രാമറുകളൊക്കെയാണ് ഫസ്റ്റ് പോർഷനിൽ നിന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1-2 വായിച്ചു, അയ്യോ ഇതെനിക്കറിയില്ല, അയ്യോ 3-ാമത്തെ അറിയില്ല, 4-ാമത്തെ തീരെ അറിയില്ല, 5-ാമത്തെ ഗ്രാമർ എവിടെയോ കേട്ടിട്ടുണ്ട് മറന്നുപോയി. അപ്പോൾ തന്നെ എന്തോർക്കും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫാണെന്ന് നമ്മളറിയാതെ തന്നെ നമ്മുടെ ബ്രെയിൻ അത് അങ്ങനെ സേവ് ചെയ്ത് വെക്കും. പിന്നെ വായിക്കുന്നത് എല്ലാം നമുക്ക് ടഫായിട്ട്, എൻ്റയർ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഉള്ള കാര്യമാണ് കേട്ടോ, സൈക്കോളജിയാണ്, അത് അങ്ങനെ ഉള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ഒന്ന് പറ്റിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവസാനത്തിൽ നിന്ന് ഇതറിയാം കമ്പാരിസൺ പഠിച്ചിട്ടുണ്ട്, ജോബ് ആപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ പോയിട്ട് ഫ്രണ്ടിൽ ഇത് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അപ്പോൾ അത് അവിടെ ഇരുന്ന് ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടും. അങ്ങനെ വേണം ആ കൂൾ ഓഫ് ടൈം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത് എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതിയാൽ മതി, ലാസ്റ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതിയാൽ മതി. ഫ്രണ്ടിൽ നിന്ന്, അതായത് 1, 2, 3 എന്ന് എഴുതുന്ന യാതൊരു നിർബന്ധമില്ല. അങ്ങനെ എഴുതി പോകുമ്പോൾ ഓരോ മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യും, കുറേ എഴുതി വയ്ക്കും. കാരണം നമുക്ക് അറിയാവുന്നതൊക്കെ ഇതിലേക്ക് എഴുതി പിടിപ്പിക്കാൻ നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ആവേശമായിരിക്കും. സോ അത് വേണ്ട, ലാസ്റ്റ് നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതാം. അപ്പോൾ ആദ്യം ഞാൻ 8 മാർക്കിൻ്റെ എഴുതുമ്പോൾ ഒരു 10-20 മിനിറ്റോളം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ 8 മാർക്കിൻ്റെ ഒക്കെ എഴുതി വരുമ്പോൾ എന്താണ്, അയ്യോ ഇത്ര സമയം പോയല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ സ്പീഡിൽ അത്യാവശ്യം 2.5 പേജ് ആ കറക്റ്റ് അത്രയും നമ്മൾ എഴുതുള്ളൂ. ഞാൻ ഉറപ്പ് പറയാണ്, നിങ്ങളിങ്ങനെ എഴുതാണെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ആ സമയത്തിരുന്ന് ഗ്രാമറും എററും പിന്നെ ഇടിയും ഒക്കെ ആലോചിച്ച് എഴുതാനുള്ള സമയം അപ്പോൾ കിട്ടും, എല്ലാം ഒന്ന് റീചെക്ക് ചെയ്യാനും കേട്ടോ, അത് ശ്രദ്ധിക്കുക. മൂന്നാമത്, ഡ്രോപ്പ് ബോക്സസ് ഇഫ് നെസസറി. ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ചോദിച്ചു, അപ്പം എന്തേ വെറുതെ എഴുതി വെക്കാമല്ലോ, ഒരു ബോക്സ് അങ്ങോട്ട് വരച്ചോളാം, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതും. അങ്ങനെ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. പ്രൊഫൈൽ ചോദിച്ചാൽ ഒരു ബോക്സ് അങ്ങ് വരച്ച് വെച്ചോളാം. ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചോ, ബോക്സ് വരച്ചോ, ഒരു കുഴപ്പമില്ല, അത് സർക്കിളായി പോയില്ലേ, ബോക്സ് വരച്ച് വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ ആൻസർ ചെയ്താൽ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചോ, ബോക്സ് വരയ്ക്കാൻ എഴുതാം, അതിന് മാർക്ക് കിട്ടും. കാരണം ആൻസർ ഷീറ്റ് അട്രാക്റ്റീവ് ആകും, അത് ടീച്ചറുടെ അറ്റൻഷൻ സീക്ക് ചെയ്യും. അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ടീച്ചറെ കണ്ണിൽ പെടില്ല, നല്ല ഭംഗിക്ക് എഴുതി വെച്ചിട്ടുള്ളത് കിട്ടും നമുക്കവിടെ 1-2 മാർക്ക് ആ ഒരു ട്രിക്കിനും. പിന്നെ പിന്നെ നമുക്ക് മാർക്ക് കിട്ടാനുള്ള വേറൊരു ഹെഡിങ്, എല്ലാത്തിനും വെറുതെ ഹെഡിങ് എഴുതാം. അപ്പം 4-ാമത്തേത് ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിൽ 4 എഴുതി ക്യാരക്ടർ സ്കെച്ച് എന്ന് എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ. കമ്പാരിസൺ ആണെങ്കിൽ കമ്പാരിസൺ എന്ന് എഴുതാം, എന്നിട്ട് വേണം എഴുതാൻ. അങ്ങനെ എഴുതുമ്പോൾ ടീച്ചർക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ടീച്ചർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടായിരിക്കില്ല എപ്പോഴും നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ക്യാരക്ടർ സ്കെച്ചാണ്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ കമ്പാരിസൺ ആണ്, ഓക്കെ കുഴപ്പമില്ല, അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് കിട്ടും, അങ്ങനെ മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ക്വസ്റ്റ്യനും എഴുതാമെന്ന് പറയുമ്പോൾ ഓർ ക്വസ്റ്റ്യൻ ഇപ്പോൾ 8 മാർക്കിന് 3 ചോദ്യമുണ്ട്, ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അപ്പോൾ പിന്നെ 3 എഴുതാൻ നിൽക്കേണ്ട, 2 എഴുതിയാൽ മതി. ഞാൻ ഉദ്ദേശിച്ചത് നെസസറി ആയിട്ട് നിർബന്ധമായിട്ട് നമ്മൾ എഴുതേണ്ട എല്ലാ ചോദ്യവും എഴുതാം. ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും, ഒരു മാർക്കിൻ്റെ ഗ്രാമർ നമുക്ക് അറിയാൻ പാടില്ല. 4-ാമത് വന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയാൻ പാടില്ല,
എന്തെങ്കിലും ഒരു ആൻസർ എഴുതി വെക്കുക. കാരണം ആ ക്വസ്റ്റ്യൻ നമ്പർ അവിടെ കണ്ടാൽ മാത്രമാണ് ഇപ്പോൾ ടീച്ചർക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മാർക്ക് A+ലേക്ക് കുറവുണ്ട്, പാസ് മാർക്കിലേക്ക് കുറവുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലാണ് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു മാർക്ക് ഇട്ട് നമ്മൾ ആ ആൻസർ ഷീറ്റിൽ പാസ്സാക്കാനോ A+ തരാനോ ആ ടീച്ചർക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാം എഴുതി വെക്കാത്തത്തോളം ടീച്ചർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. പിന്നെ നിർബന്ധമായിട്ടും കയ്യിലൊരു വാച്ച് എന്തായാലും ഉണ്ടായിരിക്കണം. ഓരോ ചോദ്യത്തിലേക്കും എത്ര സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതൊരു കണക്കാക്കിയിട്ട് അത്രയും സമയമായി കഴിഞ്ഞാൽ അപ്പം നിർത്തിക്കോളാം, അടുത്തടുത്ത ആൻസർ എഴുതിക്കോളാം. അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടാത്തൊരു പ്രശ്നം വരും. സോ വാച്ച് നോക്കി വേണം, വെറുതെ ഇങ്ങനെ എഴുതി പോകാമല്ലോ. എന്തായാലും വാച്ച് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നോ എവിടെ നിന്ന് മേടിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടി. പിന്നെ ബോക്സ് വരയ്ക്കുന്ന കാര്യം പറഞ്ഞു. ചിലവരെന്ത് ചെയ്യും വെറുതെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു ബോക്സൊക്കെ വെച്ച് ഇങ്ങനെ എഴുതും. അങ്ങനെയല്ല, സ്കെയിലും പെൻസിലും വെച്ച് തന്നെ വേണം ഇതൊക്കെ വരയ്ക്കാൻ. കാരണം എന്നാൽ മാത്രമേ അതിലൊരു വൃത്തി ഉണ്ടാകുള്ളൂ. മാത്രമല്ല ചില ടീച്ചേഴ്സിന് പേന വെച്ച് ബോക്സ് വരച്ചാൽ ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പം നമ്മൾ സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിക്ക് ഒരു ബോക്സ് പെർഫെക്റ്റ് ആയിട്ട് വരച്ചാൽ അതിൻ്റെ ഉള്ളിൽ എഴുതിയേക്കോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നീറ്റായിട്ട് എഴുതിയോ, ആൻസർ തെറ്റാണെങ്കിലും മാർക്ക് അവിടെ വീഴും കേട്ടോ. പിന്നെ പ്രൊഫൈലൊക്കെ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? പ്രൊഫൈലൊക്കെ എഴുതുന്ന സമയത്ത് ബോക്സ് എന്തായാലും വരയ്ക്കണം എന്നറിയാലോ, ബോക്സ് വരയ്ക്കണം. എന്നിട്ട് ആളുടെ പേര് വലുതാക്കി, ഇങ്ങനെ പേരെന്താണോ ആ പേരാണ് ഇപ്പോൾ ഞാൻ ഹെഡിങ്ങിൽ നിന്ന് എഴുതിയുള്ളൂ, അത് നല്ല വലുതാക്കി ബോൾഡാക്കി എഴുതാം. പ്രൊഫൈൽ വന്നാൽ കേട്ടോ ഇങ്ങനെ ബോൾഡാക്കി എഴുതാം. പിന്നെ അയാളൊരു പോയറ്റ് ആണെങ്കിൽ റോബർട്ട് ഫ്രോസ്റ്റ് അങ്ങനെ എഴുതല്ല വേണ്ടത്. ദ ഗ്രേറ്റ് പോയറ്റ് അല്ലെങ്കിൽ ഗ്രേറ്റ് അമേരിക്കൻ പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ് വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതാം കേട്ടോ. പിന്നെ 9ാമത്തേത് റിപ്പോർട്ടഡ് സ്പീച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ അറിയാൻ പാടുണ്ടാവില്ല. ചിലത് വുഡ് ഹാവ് ആക്കണം, ഹാഡ് ആക്കണം, യു ഹാഡ് എന്നൊക്കെ ആക്കണം. ചിലപ്പോൾ അറിയാം, ഇതെനിക്കറിയില്ല, എഴുതിയില്ലെങ്കിൽ ആ 2 മാർക്ക് അവിടെ കിട്ടില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അതേസമയം വെറുതെ അതെന്ത് ചെയ്യുക, അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, പാസ്റ്റ് ഫോമിലേക്ക് ചെയ്താ ഷീ സെഡ് ദാറ്റ്, യു ഹാഡ് അല്ലെങ്കിൽ എന്താണ് പ്ലേഡ് അല്ലെങ്കിൽ സ്റ്റഡീഡ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ അതിൻ്റെ ആ ഒരു ചുമ്മാ പാസ്റ്റ് ഫോമിലേക്ക് ആയിരിക്കും എഴുതി വെക്കുക. അറിയില്ലെങ്കിലത്തെ കാര്യമായിട്ടോ പറഞ്ഞത്. അപ്പം അങ്ങനെ ചെയ്തോ, അവിടെ ഒരു മാർക്കെങ്കിലും കിട്ടും മക്കളെ. നിങ്ങൾ എന്തിനേയും മാർക്ക് കളയുന്നത്? കിട്ടാനുള്ള മാർക്ക് മേടിച്ചെടുക്കും നമ്മൾ. അങ്ങനെയാണ് വേണ്ടത്. ലാസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാം എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, എല്ലാം എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു മാർക്കിനൊക്കെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ, നമ്മൾ ചിലപ്പോൾ സ്പേസ് വിട്ടിട്ടുണ്ടോ, അപ്പോൾ അത് വേണം. പിന്നെ അവിടെ എക്സ്ട്രാ ടൈമിൽ നമ്മൾ ബോക്സ് വരയ്ക്കാനുള്ള ബോക്സൊക്കെ വരയ്ക്കുക, നല്ല ഭംഗിയായിട്ട് എഴുതുക. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ നിങ്ങളാരും ഇത് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് പ്രശ്നം. അറിയാമായിരിക്കും, ചെയ്യുന്നുണ്ടാവില്ല. ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ചെയ്യൂ, മാർക്ക് തനിയെ പോന്നോളും കേട്ടോ. അപ്പം നിർബന്ധമായിട്ട് നഷ്ടമൊന്നുമില്ലല്ലോ, ഇങ്ങനെ ചെയ്യുക. ഓക്കെ, വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്